ഹായ് ഓൾ, നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന പോസ്റ്റിലേക്കുള്ള PSC എക്സാം ഇന്ന് കഴിയുണ്ടായി 10 ജൂൺ 2023. സോ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫിസിക്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആൻഡ് നമ്മളിവിടെ നോക്കുന്നത് ആൽഫ കോഡ് B ആണ്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഇൻവേരിയന്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അറിയാം, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ പൊസിഷന്റെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് S ആൻഡ് സെക്കൻഡ് വൺ ഈസ് S'. സോ ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ള കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ എസ് എന്ന അല്ലെങ്കിൽ ഡാഷ് ഇല്ലാതെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡാഷോട് കൂടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് S' is moving with a velocity v. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിലെ ഒരു കോർഡിനേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം: R' is equal to R minus VT, where R is the position coordinate in the frame of reference S and R' is the position coordinate in the frame of reference S'. Okay, so velocity കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ U' is equal to നമുക്ക് എന്ത് കിട്ടും? U minus V എന്ന് കിട്ടും. ഫസ്റ്റ് ഇക്വേഷന് ഡെറിവേറ്റീവ് എടുത്തതാണ്. ആൻഡ് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അതായത് du/dt ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് du/dt du'/dt' is equal to du/dt minus dv/dt. So we will get du'/dt' നമ്മൾ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ആക്സലറേഷൻ എന്നുള്ള അർത്ഥത്തിൽ A' എന്ന് റെപ്രസെന്റ് ചെയ്യാം. is equal to du/dt is A minus dv/dt. dv/dt is the velocity of the frame of reference S'. S' is moving with a constant velocity with respect to S. അങ്ങനെ ആവുമ്പോഴാണ് എന്താവുക? ഇനേർഷ്യൽ ഫ്രെയിം ആവുക. S എന്നുള്ളത് ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഫ്രെയിമും S' എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒരു ഇനേർഷ്യൽ ഫ്രെയിമിന് with respect to another inertial frame അത് constant velocity ആയിരിക്കണം. So V is the constant velocity of S'. So അവരുടെ ഡെറിവേറ്റീവ് 0. So we get A' is equal to A. So ഇവിടെ നമുക്ക് കിട്ടും ആക്സിലറേഷൻ ആണ് invariant quantity under Galilean transformation. Second one is theoretically the limiting value of Poisson's ratio sigma. Poisson's ratio യുടെ limiting value theoretically ഇതിന്റെ limiting value it will between -1 to 0.5. -1നും 0.5നും ഇടയ്ക്കാണ് പൊസോൺ റേഷ്യോയുടെ. പൊസോൺ റേഷ്യോ എന്ന് വെച്ചാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ ആണ്. സോ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിനിന്റെ റേഷ്യോ -1നും 0.5നും ഇടയ്ക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ ഇൻകറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ബെർണോളിസ് തിയറം ഇൻ ഫ്ലൂയിഡ്? ബെർണോളിസ് തിയറത്തിന്റെ ഇൻകറക്റ്റ് എക്സ്പ്രഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബെർണോളിസ് തിയറം നമുക്ക് ഏറ്റവും സിമ്പിൾ വേയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം: പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സോ പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ½mv² എന്ന് വരും. m/v ഇവിടെ സ്മോൾ v, വോളിയം എന്ന v ആണ് ഇവിടെ താഴത്ത് കിടക്കുന്നത്. അപ്പൊ മാസ് ബൈ വോളിയം ഡെൻസിറ്റി. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ½ പ്ലസ് ഇവിടെ mgh ബൈ വോളിയം v ഉണ്ട്. അപ്പൊ m/v അവിടെ റോ വരും. ρgh ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നതാണ് ബെർണോളിസ് തിയറം അല്ലെ? ബെർണോളിസ് തിയറം ഓപ്ഷൻ ബി ആണ്. അതല്ല ആൻസർ. ഇൻകറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ചോദ്യം. സോ ബെർണോളിസ് തിയറം അതിന്റെ അതേതായ ഫോമിലാണ് ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത്. സോ അതിനെ നമ്മളൊരു റോ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എ കിട്ടും അല്ലെ? ഓപ്ഷൻ എ നമുക്ക് റോ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ബിയും എയും രണ്ടും സെയിം തന്നെയാണ്. ആൻഡ് സിയിലേക്കും ഡിയിലേക്കും വരുമ്പോൾ ഇതിലേതോ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് എ കറക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡി തെറ്റാണ് അല്ലെ? കാരണം ½ v² പ്ലസ് p/ρ പ്ലസ് ρgh എന്നാണ് ഇവിടെ വരുന്നത്. റോ കൊണ്ട് മറ്റു രണ്ടിടത്തും രണ്ട് ടേമിലും ഡിവൈഡ് ചെയ്തപ്പോൾ മൂന്നാമത്തെ ടേമിലും ഡിവൈഡ് ചെയ്യണം. സോ ഇതാവാനാണ്
ശരി ഉത്തരമാവാനാണ് സാധ്യത. സോ ഇത് തെറ്റാണ്. അതുപോലെ തന്നെ സിയും ആക്ച്വലി കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. സിയില് ഈ രണ്ടാമത്തെ ടേമില് P/ρ × G, അവിടെ P/ρg എന്നാണ് വന്നിരുന്നെങ്കിൽ ഈ ജിയും ഡിനോമിനേറ്ററിലാണ് വന്നിരുന്നതെങ്കിൽ ഈ സി എന്ന ആൻസറും ബെർണോളിസ് തിയറത്തിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ആകുമായിരുന്നു. സോ ഇവിടെ ഇങ്ങനൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തമ്മിൽ. സോ സർഫസ് ടെൻഷന്റെ യൂണിറ്റ് ഇസ് Newton/meter. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ആണല്ലേ. സോ Newton/meter ആണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ്. ദെൻ സോ അടുത്തൊരു ചോദ്യം തെർമോഡൈനാമിക്സ് എന്നുള്ള ചോദ്യമാണ്. An amount of heat Q rises the temperature of 1 gram of material A by 3 degrees Celsius and 1 gram of material B by 4 degrees Celsius. Which material has a greater specific heat capacity? രണ്ട് മെറ്റീരിയൽ ഉണ്ട്, A ആൻഡ് B. ആദ്യത്തെ രണ്ടിന്റെയും കൊടുക്കുന്ന ഹീറ്റ് സെയിം ആണ്, Q എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടും ഈക്വൽ എമൗണ്ട് ആണ്, 1 gram. രണ്ടിനും 1 gram എടുക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 1 gram Q amount of heat 1 gram of A ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ് ബൈ 3 degrees Celsius. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഫോർ B ദ ടെമ്പറേച്ചർ ചേഞ്ച് ഈസ് 4 degrees Celsius. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ച് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന ചേഞ്ച് എന്താണോ അത് തന്നെയാണ് കെൽവിനിലും വരുന്ന ചേഞ്ച്. അതായത് ΔT 3 degrees Celsius എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 3 Kelvin ആണ്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഈക്വൽ ടു സിയുടെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ബൈ യൂണിറ്റ് amount of a substance to rise its temperature through 1 degree. So C equal to Q/m ΔT എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഇക്വേഷൻ. സോ ക്യൂവും മാസും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് സിയും ΔTയും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ മതി. സി ഈസ് പ്രപ്പോർഷണൽ ടു 1/ΔT. അതായത് ΔTക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി എന്ന് പറയുന്നത്. ഇതാവുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന ആൾക്ക് കുറവ് ഹീറ്റ് കപ്പാസിറ്റിയും കുറവ് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന ആൾക്ക് കൂടുതൽ ഹീറ്റ് കപ്പാസിറ്റി. നമ്മളോട് ചോദിച്ചേക്കുന്ന ഗ്രേറ്റർ ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആർക്കാന്നുള്ളതാണ്. അതായത് സ്മോളർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരുന്ന ആൾക്കാണ് ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്. സോ 3 degrees Celsius ആണ് എക്ക് വരുന്നേക്കുന്ന ചേഞ്ച് വിച്ച് ഈസ് ദി സ്മോളർ വൺ. സോ മെറ്റീരിയൽ എ ഹാസ് ദ ലാർജസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അടുത്ത ചോദ്യത്തിൽ ദ എനർജി ഡെൻസിറ്റി ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റിന് നമ്മൾ എപ്സിലോൺ തന്നിട്ടുണ്ട്. ആൻഡ് എനർജി ഡെൻസിറ്റി ഇക്വേഷൻ ഇതാണ് വിച്ച് ഈസ് ഹാഫ് ε0 E². സോ ഡിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ എനർജി ഡെൻസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഡിസ്റ്റൻസിന്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസിന്റെ ടൈം ഇൻക്ലൂഡ് ചെയ്യാം വിച്ച് ഈസ് ഹാഫ് ε0. എനർജി ആൻഡ് പൊട്ടൻഷ്യൽ ഈസ് റിലേറ്റഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു E ഈക്വൽ ടു V/D ആണ്. സോ ഇക്ക് പകരം നമ്മൾ V/D സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V²/D² എന്ന് കിട്ടും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കപ്പാസിറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ ഹാഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് D ചേഞ്ചസ് ടു D/2. അപ്പൊ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും? ഹാഫ് ε0 V² ഇവിടെ ഡിനോമിനേറ്ററിൽ D/2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഞാൻ ഇവിടെ D² ഇടാണ്. /2 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. അപ്പൊ 4 നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കയറും അല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 4ε0 എന്ന് നമുക്ക് 4ε എന്ന് നമുക്ക് വരും. എപ്സിലോൺ ഈസ് ദി ഇനിഷ്യൽ energy density. So 4ε is the right answer. So next question, a particle A carrying a charge Q. രണ്ട് പാർട്ടിക്കിളിന്റെ കാര്യം പറയുന്നുണ്ട്. പാർട്ടിക്കിൾ A ആൻഡ് പാർട്ടിക്കിൾ B. പാർട്ടിക്കിൾ എയുടെ ചാർജ് Q ആണ് ആൻഡ് മാസ് 2m ആണ്. പാർട്ടിക്കിൾ ബിയുടെ ചാർജ് 2q ആണ് ആൻഡ് മാസ് m ആണ്. സോ ഇവർ രണ്ടുപേരും ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാണ്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ Q എന്ന് പറയുന്ന ഒരു ചാർജ് പാർട്ടിക്കിൾ B എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് V വെലോസിറ്റിയോടുകൂടി എൻ്റർ ചെയ്യുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? F is equal to Q into V cross B, അല്ലെങ്കിൽ നമുക്ക് QVB sin θ എന്ന് നമുക്ക് എടുക്കാം. പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യണമെങ്കിൽ θ 90 വരും, sin 90 1 ആണ്. സോ നമുക്ക് എന്ത് വരും? F is equal to QVB. ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
സോ എഫ് ഇസ് ഈക്വൽ ടു ക്യു വി ബി എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഫോഴ്സ് അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എക്സിക്യൂട്ട് ചെയ്യുന്നത് അലോങ് ദി സർക്കുലർ പാത്ത് ഓഫ് സെയിം റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സ് വെച്ച് കണ്ടുപിടിക്കാം അല്ലെ. ഹിയർ ദ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ് വിച്ച് ഇസ് ക്യു വി ബി. സോ mv²/r എന്നുള്ളതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ് ക്യു വി ബി. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ഇത് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എയുടെ വെലോസിറ്റിനെ വി എ എന്നും ബിയുടെ വെലോസിറ്റിനെ വി ബി എന്നും എടുക്കുകയാണ്. സോ ഞാൻ ആദ്യം എഴുതുന്നത് എക്ക് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. എയുടെ മാസ് 2m ആണ്. സോ 2m va²/r ഇസ് ഈക്വൽ ടു 2യുടെ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണ്, സോറി എയുടെ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണ്, ക്യൂ വി എ ബി. സോ രണ്ടിടത്തുനിന്നും ഒരു വി എ ക്യാൻസൽ ആയി പോകും. സോ വി ഗെറ്റ് 2va/r is equal to QB. And for the second charge B എന്ന് പറയുന്ന ചാർജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയുടെ മാസ് m ആണ്. സോ mvb²/r, രണ്ടിന്റെ റേഡിയസ് r തന്നെ ആയതുകൊണ്ടാണ് ഞാൻ r എന്ന് തന്നെ ഇടുന്നത്. സെയിം റേഡിയസ് നമ്മൾ ചോദിച്ചു തന്നിട്ടുണ്ട്, which is equal to QVB. രണ്ടാമത്തെ ചാർജിന്റെ ബി എന്ന് പറയുന്ന ചാർജിന്റെ ബിയുടെ ചാർജ് എത്രയാണ്? 2q ആണ്. 2q VB into B. So ഇവിടെയും ഒരു VB ക്യാൻസൽ ആയി പോകും. So we get mVB/r. സോ ഇവിടെ 2m ഇടാൻ വിട്ടിട്ടുണ്ടായിരുന്നു, 2mVA. ഓക്കെ, mVB/r is equal to QQB എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സോ നമ്മൾ 1/2 ചെയ്യുമ്പോൾ 1/2 നമ്മൾ നോക്കുമ്പോൾ ഒരിടത്ത് 2mVA/r ഉം മറ്റേ അടുത്ത് 2mVB/r ഉം. അപ്പോൾ m/r ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് അവിടെ എന്ത് കിട്ടും? 2VA/VB is equal to QB/2QB. ഇക്വേഷൻ 1/2 ആണ് നമ്മൾ ചെയ്തത്. സോ ഇവിടുന്ന് നമുക്ക് QB and QB get cancels. We get VA/VB. VA/VB is equal to 1/4. ഇവിടെ ഒരു 2 ഉണ്ട്, ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1/4 എന്ന് നമുക്ക് കിട്ടും. VA/VB എത്രയാണ്? 1/4 എന്ന് നമുക്ക് കിട്ടും. സോ VB ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്യുമ്പോൾ 4VA എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് നമ്മുടെ ഒരു ചോദ്യം മൊമെന്റം ഓഫ് എയും ബിയും, എയുടെയും ബിയുടെയും മൊമെന്റം തമ്മിലുള്ള റിലേഷൻ ആണ്. സോ മൊമെന്റം ഓഫ് എ പി ഈക്വൽ ടു mv ആണ് അല്ലെ. ഫസ്റ്റ് ചാർജ് എ എന്ന് പറയുന്ന ചാർജിന്റെ മാസ് എത്രയാണ്? 2m ആണ്. ഇൻറ്റു അതിന്റെ വെലോസിറ്റി ഞാൻ VA എന്ന് വിളിച്ചു. രണ്ടാമത്തെ ചാർജിന്റെ മാസ്, മൊമെന്റം കണ്ടുപിടിക്കാൻ മാസിന്റെ വെലോസിറ്റി ആണ് ചെയ്യേണ്ടത്. മാസ് m ആണ്. അതിന്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഇസ് VB എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചു VB ഈക്വൽ ടു 4VA ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 4VA. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും എ എന്ന് പറയുന്ന ചാർജിന്റെ മൊമെന്റം 2VAയും ബി എന്ന് പറയുന്ന ചാർജിന്റെ മൊമെന്റം 4VAയും ആണ്. അതായത് എയുടെ ഇരട്ടിയാണ് ബി അല്ലെ. അല്ലെങ്കിൽ എ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് മൊമെന്റം ഓഫ് എ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം, an electromagnetic crane uses a magnetic field of strength B to lift a metal scrap of mass m up to a height h meters. m ഉള്ള ഒരു മെറ്റൽ സ്ക്രാപ്പിനെ h മീറ്റേഴ്സ് ഉയർത്താനായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുവാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് B ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. h ഹൈറ്റിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ ആ മെറ്റൽ സ്ക്രാപ്പിനുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? വിച്ച് ഈസ് mgh അല്ലെ. സോ ആ mgh ആണ് ദ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത്? ദ വർക്ക് ഡൺ ഓൺ ദി മെറ്റൽ സ്ക്രാപ്പ് ഈസ് സ്റ്റോർഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി. സോ ആൻസർ ഈസ് mgh. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് mgh എന്നുള്ള ഒരു ഓപ്ഷൻ ഡി ഉണ്ടെങ്കിൽ കൂടി ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സ്മോൾ എച്ചും ഓപ്ഷൻ തന്നിരിക്കുന്നത് ക്യാപിറ്റൽ എച്ചും ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്.
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് കോൾഡ് ആൻ അക്സെപ്റ്റർ സർക്യൂട്ട്. അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് സീരീസ് LCR സർക്യൂട്ടിനെയാണ്. കാരണം നമ്മുടെ റെസണന്റ് ഫ്രീക്വൻസിയിൽ സീരീസ് LCR സർക്യൂട്ടിന്റെ പ്രത്യേകത അറ്റ് റെസൊണൻസ് ഇംപെഡൻസ് മിനിമം ആകും. സോ ഇംപെഡൻസ് മിനിമം ആകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള കറണ്ടിനെ അത് അലൗ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അതേസമയം പാരലൽ LCR സർക്യൂട്ടിൽ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ഇംപെഡൻസ് മാക്സിമം ആകുകയാണ് ചെയ്യുന്നത്. ഇംപെഡൻസ് മാക്സിമം ആകും. സോ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള കറണ്ടിനെ അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സീരീസ് LCR സർക്യൂട്ട് ഈസ് ആൻ അക്സെപ്റ്റർ സർക്യൂട്ട് and parallel LCR circuit is a rejector circuit. Next question is, which of the following is incorrect regarding spectra produced by a prism and by a refraction grating? So നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത്. പ്രിസത്തിന്റെ സ്പെക്ട്രയും ഗ്രേറ്റിംഗ് സ്പെക്ട്രയും. പ്രിസം സ്പെക്ട്ര ഇസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ ആൻഡ് ഗ്രേറ്റിംഗ് സ്പെക്ട്ര ഇസ് ഡ്യൂ ടു ഡിഫ്രാക്ഷൻ. അത് നമ്മുടെ ഓപ്ഷനിലുള്ള ഒരു കാര്യമാണ്. പ്രിസത്തിന് ഒരൊറ്റ സ്പെക്ട്രം ആണുള്ളത്, വൺ സ്പെക്ട്ര. ഗ്രേറ്റിംഗ് സ്പെക്ട്ര ഒരുപാട് ഓർഡർ ഓഫ് സ്പെക്ട്ര വരും, പല ഓർഡറിൽ ഗ്രേറ്റിംഗ് സ്പെക്ട്ര വരും. ആൻഡ് പ്രിസം സ്പെക്ട്ര അതും നമ്മുടെ ഓപ്ഷനിലുള്ളതാണ്. പ്രിസം സ്പെക്ട്ര ബ്രൈറ്റർ ആണ് ആൻഡ് ഗ്രേറ്റിംഗ് സ്പെക്ട്ര ഫെയിൻഡർ ആണ്. പ്രിസം സ്പെക്ട്രയിൽ ഓവർലാപ്പിംഗ് ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ ഗ്രേറ്റിംഗ് സ്പെക്ട്രയിൽ അവിടെ ഓവർലാപ്പ് ഉണ്ടാവാം. ദെൻ പ്രിസം സ്പെക്ട്രയിൽ ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് വയലറ്റും ഏറ്റവും കുറച്ച് ഡീവിയേറ്റ് ചെയ്യുന്നത് റെഡും ആണ്. ഗ്രേറ്റിംഗ് സ്പെക്ട്രയിൽ നേരെ തിരിച്ചാണ്. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന ആൾ റെഡും ഏറ്റവും കുറച്ച് ഡീവിയേറ്റ് ചെയ്യുന്ന ആൾ വയലറ്റും ആണ്. ദെൻ പ്രിസം സ്പെക്ട്ര ഡിപ്പെൻഡ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം. പക്ഷേ ഗ്രേറ്റിംഗ് സ്പെക്ട്ര ഗ്രേറ്റിംഗിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ദ സ്പെക്ട്രം ഫ്രം എ പ്രിസം ഈസ് മോർ ഇന്റൻസ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ. ഗ്രേറ്റിംഗ് സ്പെക്ട്ര ഇച്ചിരി ഫെയിൻഡർ ആണ് ആൻഡ് prism spectra is brighter. Then in a prism spectrum, red is deviated more. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. പ്രിസം സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന ആൾ ആരാണ്? വയലറ്റ് ആണ്. സോ ഇൻകറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. സിയും ഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആണ്. പ്രിസം സ്പെക്ട്രത്തിൽ ഒരു സിംഗിൾ സ്പെക്ട്രം ഉണ്ടാവുകയുള്ളൂ, പക്ഷെ ഗ്രേറ്റിംഗിൽ ഒരുപാട് സ്പെക്ട്രം ഉണ്ടാവും. നമ്മളത് പറഞ്ഞു, മോർ ദാൻ വൺ ഓർഡർ ഓഫ് സ്പെക്ട്രം ഉണ്ടാവും. ദെൻ പ്രിസത്തിലെ ഡിസ്പേർഷനും അതുപോലെ ഗ്രേറ്റിംഗിലെ ഡിഫ്രാക്ഷനും ആണ്. സോ A, C, D പോയിന്റ്സ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇൻകറക്റ്റ് പോയിന്റ് ബി ആണ്. നെക്സ്റ്റ് വൺ, ഇൻ റെയിലേ സ്കാറ്ററിംഗ്. റെയിലേ സ്കാറ്ററിംഗിൽ എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. So the electrical potential V due to an electric dipole varies with distance r from the dipole as. Electric potential due to an electric dipole. അതിന്റെ ഇക്വേഷൻ ഇതാണ്, which is 1/4πε0 P cos theta by r square. So ഇവിടെ this is E എന്നാണ് എഴുതിയത്. E അല്ല, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ആണ്. Okay, so here from this we get V proportional to 1/r square. So the answer is C. പക്ഷെ ഒരു സിംഗിൾ ചാർജ് അല്ലെങ്കിൽ പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ which is proportional to 1/r ആണ്. And for a dipole which is inversely proportional to the square of the distance. So next question, which of the following quantities does not obey the principle of superposition? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഒബൈ ചെയ്യുന്നത് ഒരു ലീനിയർ സിസ്റ്റം ആണ്. സോ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ലീനിയർ അല്ലാത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആണ്. സോ നമ്മൾ പഠിക്കുമ്പോൾ ഇലക്ട്രിക് ഫോഴ്സിന്റെ കേസിലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫോഴ്സ് F, കൊളംസ് ലോ പഠിക്കും. ദെൻ ഇലക്ട്രിക് ഫീൽഡ് E പഠിക്കും. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V പഠിക്കും. ഇവരെ മൂന്ന് പേരെയും നമ്മൾ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറയാറുണ്ട്. ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ഒരു നോൺ ലീനിയർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് വെച്ച് പറയാൻ പറ്റില്ല? പൊട്ടൻഷ്യൽ വെച്ച് പറയാൻ പറ്റത്തില്ല. 35ാമത്തെ ക്വസ്റ്റ്യൻ, എ കണ്ടക്റ്റിംഗ് സ്ഫിയർ ക്യാരീസ് എ ചാർജ് Q. ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയറിന് ഒരു ചാർജ് Q ഉണ്ട്. ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ടു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്.
ഓക്കെ, ഒരു ചാർജ് ഇവിടെ ഇരിക്കുകയാണ്, ഇതിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ഈ പോയിന്റിലേക്ക് എത്തിക്കാൻ എന്തോരം വർക്ക് ചെയ്യണം? ദ ആൻസർ ഈസ് 0 ബിക്കോസ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു കണ്ടക്ടർ ആണല്ലേ, കണ്ടക്ടറിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഹെൻസ് ദ വർക്ക് ഡൺ ഈസ് 0. SI unit of luminous intensity. Luminous intensity is one of the fundamental physical quantity and its unit is candela. Next ചോദ്യം, മാസും വോളിയവും തന്നിട്ടുണ്ട് ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൻസിറ്റി ആണ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. മാസ് ഈസ് 4.237 ബൈ വോളിയം ഈസ് 2.51. സോ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 1.6881. ഇതെങ്ങനെ അങ്ങനെ പോകും. സോ നമുക്ക് വേണ്ടത് കറക്റ്റ് ടു ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് അല്ലെ. സോ ഇവിടെ നമ്മൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. സോ ആദ്യത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാസിൽ അവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ആൻഡ് വോളിയത്തിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. And when two physical quantities are multiplied or divided, the number of significant figures retained in the answer should be the number with the least significant figures. ഇവിടെ least significant figure എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണല്ലേ. 3 significant figure ഉള്ളതാണ് the least one. അപ്പോൾ 2.51 3 ഉള്ളൂ. 2.337 4 ഉണ്ട്. സോ 3 significant figure ആൻസറിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് നമ്മുടെ ആൻസറിൽ 1.68 ഇത്രയേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ആദ്യത്തെ ഡിജിറ്റ് 8 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മുന്നത്തെ നമ്പറിൽ 8ന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം, വിച്ച് ഈസ് 1.69 ഈസ് ദി ആൻസർ. സോ 1.69. നിങ്ങൾക്ക് ഈസിലി ആയിട്ട് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള ആകെ കൂടി ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, 1.69. സോ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. Next question, which of the following is a consequence of the law of conservation of angular momentum? Law of conservation of angular momentum ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ കെപ്ലേഴ്സ് ലോ ആണ് കേട്ടോ. ആക്ച്വലി നമുക്ക് ഗ്രാവിറ്റേഷനിൽ കെപ്ലേഴ്സ് ലോ പഠിക്കാനില്ല, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ കെപ്ലേഴ്സ് ലോ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? The rate of change of area is a constant. നമ്മൾ പറഞ്ഞു അടുത്ത് വരുമ്പോൾ സണ്ണിനോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ പ്ലാനറ്റ് സ്പീഡിൽ സഞ്ചരിക്കുകയും സണ്ണിൽ നിന്ന് ദൂരെ പോകുമ്പോൾ പ്ലാനറ്റിന്റെ സ്പീഡ് കുറയുകയും ചെയ്യുന്നു എന്നുള്ളത്, വിച്ച് ഈസ് എ കോൺസിക്വൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. രണ്ടാമത്തെ ചോദ്യം, the velocity of projection required for a body to become a satellite of Earth. ഒരു എർത്തിന്റെ സാറ്റലൈറ്റ് ആയിട്ട് മാറണമെങ്കിൽ അത് ആ ബോഡി എത്ര വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്യണം എന്നുള്ളതാണ്, വിച്ച് ഈസ് ദി എസ്കേപ്പ് വെലോസിറ്റി, ദാറ്റ് ഈസ് √2gm/r. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the displacement of a particle undergoing simple harmonic motion. സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് x is equal to a sin ωt + phi. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റിയുടെ കുറച്ച് എക്സ്പ്രഷൻ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ. അപ്പൊ dx/dt is equal to എന്ത് വരും? a sin ωt + phi യുടെ ഡെറിവേറ്റീവ്, വിച്ച് ഈസ് cos ωt + phi. ആൻഡ് ഈ ωt ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതെന്ത് വരും? ഇൻറ്റു ഒമേഗ. സോ v equal to dx/dt v equal to a omega cos ωt + phi. അത് ഓപ്ഷൻ ഡി ആണ് നമുക്കിപ്പോ കിട്ടിയത്. സോ ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. നമുക്ക് ഇൻകറക്റ്റ് ആണ് വേണ്ടത്. ആൻഡ് നമുക്ക് ഓപ്ഷൻ എയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എയിൽ a omega sin ωt + phi + π/2 എന്നാണുള്ളത്. ഇത് കറക്റ്റ് ആണ് അല്ലെ, കാരണം sin π/2 + θ is cos θ. സോ നമുക്ക് v equal to a omega cos ωt + phi എന്നുണ്ട്. അതിനെ സൈനിന്റെ ടേംസിലേക്ക് ആക്കണമെങ്കിൽ അതിന്റെ കൂടെ ഒരു π/2 കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. സോ sin ωt + phi + π/2. സോ എയും കറക്റ്റ് ആണ്.
സോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സി എന്താണ് ഇൻകറക്റ്റ് ആവും അല്ലേ? സിയും എയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. വി ഈക്വൽ ടു 𝑎⍵sin⍵t പ്ലസ് π/2 ആണ് എയിൽ വന്നിരിക്കുന്നത്, പൈ ആണ് സിയിൽ വന്നിരിക്കുന്നത്. സോ റോങ് ആയിട്ടുള്ളത് സി ആണ്. ആൻഡ് പൈ എന്ന് പറയുന്നതല്ല അവിടെ വരേണ്ടത്. ആൻഡ് ബി ആണ് നമുക്കിനി ഉള്ളത്. ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബി റൈറ്റ് ആൻസർ ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കിപ്പോ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? വെലോസിറ്റിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ a² മൈനസ് ആക്സിലറേഷന്റെ സ്ഥാനത്ത് നമുക്ക് ഈ dv/dt ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം. അതുപോലെ എക്സ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി തന്നെ നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ ബിയും കറക്റ്റ് ആൻസർ ആണ്. So next question, in a reverse biased PN junction, the minority current flows from minority charge carriers രണ്ട് ഡയറക്ഷനിലും ഫ്ലോ ചെയ്യും. റിവേഴ്സ് ബയാസ്ഡ് ആണ്, അതായത് PN junction diode reverse biased എന്ന് വെച്ചാൽ P region is connected to negative and N region is connected to positive. So P regionിലെ minority carriers electrons ആണ്, and N regionിലെ minority carriers holes ആണ്. So here ഹോൾസ് ഇങ്ങോട്ടും ഇലക്ട്രോൺ ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലെ? സോ ബോത്ത് വേസിൽ അവിടെ മൂവ്മെന്റ് നടക്കും. മൈനോറിറ്റി കറന്റ് ഫ്ലോസ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. മൈനോറിറ്റി കറന്റ് കാരിയേഴ്സ് അവിടെ രണ്ടും ഉണ്ട്. സോ ബോത്ത് വേസിൽ അവിടെ ഫ്ലോ നടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഫോർ CB കോൺഫിഗറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ആൽഫ ആൻഡ് ദാറ്റ് ഫോർ ദ CE കോൺഫിഗറേഷൻ ഇസ് ബീറ്റ. ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ ആണ്. നമുക്കറിയാം, നമുക്കൊരു ട്രാൻസിസ്റ്ററിന് 3 ടൈപ്പ് ഓഫ് കോൺഫിഗറേഷൻ ഉണ്ട്. കോമൺ ബേസ്, കോമൺ എമിറ്റർ ആൻഡ് കോമൺ കളക്ടർ. കോമൺ ബേസിലുള്ള കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെയാണ് നമ്മൾ ആൽഫ എന്നും, കോമൺ എമിറ്ററിലുള്ളതിനെയാണ് നമ്മൾ ബീറ്റ എന്നും വിളിക്കുന്നത്. സോ അവർ തമ്മിലുള്ള റിലേഷൻ ആൽഫ ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 + ബീറ്റ ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 + ബീറ്റ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. For faithful amplification, the operation point should be faithful amplification എന്ന് പറഞ്ഞാല് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടുക അല്ലെ? ഇൻക്രീസിംഗ് ദ സ്ട്രെങ്ത് വിത്തൗട്ട് എനി ലോസ് ഇൻ ദി കമ്പോണന്റ് ഓഫ് സിഗ്നൽ. സിഗ്നലിന് കമ്പോണന്റ് ഒന്നും ലോസ് ആവാതെ ആംപ്ലിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ കണ്ടീഷൻ, ദ സാച്ചുറേഷൻ പോയിന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദി മിഡ് പോയിന്റ് ഓഫ് ദി DC ലോഡ് ലൈൻ. DC ലോഡ് ലൈനിന്റെ മിഡ് പോയിന്റിൽ ആര് വരണം? സാച്ചുറേഷൻ പോയിന്റ്, ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് ഓർ ക്യൂ പോയിന്റ് എവിടെ വരണം? DC ലോഡ് ലൈനിന്റെ മിഡ് പോയിന്റിൽ വരണം. Then in a logic gate, the output is low only when both inputs are high or only when both inputs are low. So ഇവിടെ നമുക്ക് ഇൻപുട്ടിനെ നമുക്ക് AB എന്നും ഔട്ട്പുട്ടിനെ Y എന്നും കൊടുക്കാം. സോ ബോത്ത് ഇൻപുട്ട് ലോ ആകുമ്പോഴാണ് ഔട്ട്പുട്ട് ലോ ആകുന്നത്, ഓർ ബോത്ത് ഇൻപുട്ട് ഹൈ ആവുമ്പോഴാണ് ഔട്ട്പുട്ട് ലോ ആവുന്നത് എന്നാണ് പറയുന്നത്. ഔട്ട്പുട്ട് ലോ ആവുന്ന രണ്ട് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ഒന്നെങ്കിൽ രണ്ട് ഇൻപുട്ട് ലോ ആവണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻപുട്ട് ഹൈ ആവണം. അങ്ങനെയാണെങ്കിൽ ആ ലോജിക് ഗേറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഒബ്വിയസ്ലി നമുക്കറിയാം ഇത് ഓർ ഗേറ്റ് അല്ല, കാരണം ഓർ ഗേറ്റിൽ 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 വരണം. സോ അത് ഓർ അല്ല, ആൻഡ് ഇത് നോറും അല്ല. നോർ ഗേറ്റിൽ 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 വരണം. ഇനി നാൻഡ് ആണോ? നാൻഡിന്റെ പ്രത്യേകത എന്താ? നാൻഡിൽ 0 വന്നു കഴിഞ്ഞാൽ അവിടെയും ഔട്ട്പുട്ട് എന്താവണം? 1 ആവണം. സോ ദ ആൻസർ ഈസ് എക്സോർ. ഇനി എക്സോറിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. എക്സോറിന്റെ ഔട്ട്പുട്ട് ഹൈ ആവണമെങ്കിൽ അവിടെ ഓഡ് നമ്പർ ഓഫ് ഇൻപുട്ട് ഹൈ ആയിരിക്കണം. ഇവിടെ ഇപ്പൊ 2 ഇൻപുട്ടിന്റെ കാര്യം പറയുന്നുള്ളൂ. അപ്പോൾ 1 0 0 1 ഈ രണ്ട് കേസിലും ഒരു ഇൻപുട്ടേ ഹൈ ഉള്ളൂ, അതായത് 1 എന്നുള്ളത് ഓഡ് അല്ലേ? സോ ഈ രണ്ട് കേസിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. ദ ആൻസർ ഈസ് എക്സോർ ഗേറ്റ്. Then which of the following particle does not obey Pauli's exclusion principle? Pauli's exclusion principle obey ചെയ്യാത്തത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ Pauli's exclusion principle obey ചെയ്യുന്ന ആൾക്കാരാണ് ഫെർമിയോൺസ്. ഫെർമിയോൺസ് ആണ് ഈ Pauli's exclusion principles obey ചെയ്യുന്നത്. ഈ ഫെർമിയോൺസ് ആണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണക്കാരാണ് ഫെർമിയോൺസ് ആണ്. വിച്ച് ഹാസ് ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ഹാഫ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫെർമിയോൺസ്. അവരാണ് Pauli's exclusion principle obey ചെയ്യുന്നത്. ആൻഡ് ഫോട്ടോൺ വിച്ച് ഈസ് എ ബോസോൺ. ബോസോൺസ് ഡു നോട്ട് obey Pauli's exclusion principle. ബോസോൺ പോലെ തന്നെ ഉള്ള ആൾക്കാരാണ് ആൽഫ പാർട്ടിക്കിൾ.
സോ ഇവരുടെയൊക്കെ പ്രത്യേകത ഇന്റഗ്രൽ സ്പിൻ ആണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണിനൊക്കെ ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആണ്. ഓക്കെ. So next question, 1 mole of an ideal gas undergoes isothermal expansion to double its initial volume at 100 degrees Celsius. അപ്പോൾ 100 degree Celsiusലുള്ള ഒരു ഐഡിയൽ ഗ്യാസ് 1 mole എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിന്റെ വോളിയം ചേഞ്ചസ് ഫ്രം V ആയിരുന്നു ഇനിഷ്യൽ വോളിയം, ഇപ്പൊ വോളിയം എത്രയായി? 2V ആയി. സോ V1 is V and V2 is 2V. സോ വർക്ക് ഡൺ ആണ് ചോദിച്ചേക്കുന്നത്, ഐസോതെർമൽ ആണ്. സോ ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ ഈസ് nRT log V2 by V1. ഇവിടെ N1 ആണ് R. T തന്നിരിക്കുന്ന 100 degree Celsius ആണ്. We need to convert into Kelvin, which is 373 Kelvin log V2 is 2V by V1 is V. So നമുക്ക് എന്ത് കിട്ടും? R into 373 log. So the answer is option C. So next question il തന്നിരിക്കുന്നത് 47ാമത്തെ question. A gas mixture at a temperature T consists of 3 gases. 3 gases ഉണ്ട്. അതിന്റെ മാസ് തന്നിട്ടുണ്ട്. M1 is greater than M2 greater than M3. RMS velocity തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാസും RMS velocity തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. VRMS is equal to √3 RT by M. So we get RMS velocity is inversely proportional to root of mass. അപ്പോൾ മാസ് കൂടുമ്പോൾ RMS velocity കുറയും. മാസ് കൂടിയ ആളാരാണ്? M1. M1ന് RMS velocity ഏറ്റവും കുറവും M3ക്ക് ഏറ്റവും കൂടുതലുമായിരിക്കും. സോ ഓപ്ഷൻ C is the right answer. സോ അടുത്ത ചോദ്യം, ഇന്ന ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ആണ്. റെഡ് ലൈറ്റിന് ബീറ്റ എന്നാണ് തന്നിരിക്കുന്നത്. സോ അതിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്, ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ D by സ്മോൾ d. ഇതാണ് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ. If the distance between the slit is doubled, സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യുകയാണ്. അതായത് ഈ ഡിനോമിനേറ്റർ കൂടി എന്നാണ് അതിന്റെ അർത്ഥം. ഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബീറ്റയ്ക്ക് എന്ത് സംഭവിക്കും? ബീറ്റ ഡിക്രീസ് ചെയ്യും. ആൻഡ് ബ്ലൂ ലൈറ്റ് ഈസ് യൂസ്ഡ്. ബ്ലൂ ലൈറ്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ ലാംഡ റെഡ്, ലാംഡ ബ്ലൂ. റെഡിനാണ് ബ്ലൂവിനെക്കാട്ടിൽ വേവ് ലെങ്ത് കൂടുതൽ അല്ലേ? സോ ബ്ലൂ ലൈറ്റ് ഈസ് യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു വേവ് ലെങ്ത് കുറച്ച് ലൈറ്റ് യൂസ് ചെയ്തു. വേവ് ലെങ്ത് കുറയുമ്പോഴും ബീറ്റ കുറയും. സോ രണ്ട് റിസൾട്ട് ചെയ്യുന്നത് ബീറ്റയുടെ ഡിക്രീസിലേക്കാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ദെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർ എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് √3 ആണ്. വെൻ എ ബ്ലോക്ക് ഓഫ് ദ മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എയർ, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ്, വിച്ച് ഈസ് tan IP. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൂസ്റ്റേഴ്സ് ലോ ആണ്. tan IP ഈക്വൽ ടു മ്യൂ. IP ഈസ് ദി ആംഗിൾ ഓഫ് പോളറൈസേഷൻ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. സോ tan IP ഈസ് ഈക്വൽ ടു √3 എന്ന് നമുക്ക് കിട്ടും. √3 എന്നുള്ള വാല്യൂ കിട്ടുന്ന ആംഗിൾ ഓഫ് പോളറൈസേഷൻ P is 60 ഡിഗ്രി. tan 60 ആണ് √3 അല്ലെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എന്നുള്ളത്. സോ ഓപ്ഷൻ D ഈസ് ദി റൈറ്റ് ആൻസർ. Then the last question, the type of pumping mechanism employed in ruby laser. നമ്മൾ റൂബി ലേസർ പഠിച്ചപ്പോൾ പറഞ്ഞു അവിടെ xenon ഫ്ലാഷ് ലാമ്പ് ആണല്ലോ ഉപയോഗിക്കുന്നത് പമ്പിങ്ങിന് വേണ്ടിയിട്ട്. സോ വിച്ച് ഈസ് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, നമ്മളുടെ റൂബി ലേസറിൽ യൂസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.